ഇംഗ്ലീഷ് നോവലുകളിലും സിനിമകളിലും നമ്മൾ ഏറെ കേട്ടിട്ടുള്ള കഥാപാത്രമാണ് സോംബികൾ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സോംബിയുണ്ടോ? നമുക്ക് നോക്കാം. യഥാർത്ഥ ജീവിതത്തിൽ സോംബിയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു ഫംഗസ് ഉണ്ട്. എന്നാൽ അത് ഭാഗ്യവശാൽ മനുഷ്യനെ ആക്രമിക്കാറില്ല. മറിച്ച് ഉറുമ്പുകളെയാണ് അവ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ആക്രമണത്തിൽ ഉറുമ്പുകൾ സോംബികളായി മാറുന്നു. ഫംഗസിന്റെ പ്രവർത്തനം മൂലം അവയുടെ ജീവൻ ഇഞ്ചിഞ്ചായി ഇല്ലാതെയാവുന്നു. ഓഫിയോ കോഡിസെപ്സ് ഫംഗസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മഴക്കാടുകളിൽ നിലത്തും മരത്തിലുമൊക്കെ ഈ ഫംഗസിന്റെ ബീജം ഒട്ടിക്കിടക്കുന്നത് കാണാം. ഈ ബീജത്തിൽ ചവിട്ടുന്നതിലൂടെയാണ് ഫംഗസ് ഉറുമ്പിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഉറുമ്പിന്റെ രക്തത്തിൽ ആദ്യം ഒരു ഒറ്റ കോശമായി ഫംഗസ് നിലനിൽക്കുകയും പതുക്കെ കൂടുതൽ കോശങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ കോശങ്ങൾ താമസിയാതെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ഉറുമ്പുകളുടെ ചലനങ്ങളെ നിയന്ത്രിച്ച് ഫംഗസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കി തീർക്കുന്നു. ആ സമയത്ത് ഫംഗസ് ഉറുമ്പിനെ കൊണ്ട് വളരെ വിചിത്രമായി ഒന്ന് ചെയ്യിപ്പിക്കുന്നു. അണുബാധ പുരോഗമിക്കുമ്പോൾ സ്വന്തം കൂടുപേക്ഷിച്ച് ഫംഗസിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ കൂടുതൽ ഈർപ്പമുള്ള ഒരിടത്തേക്ക് പോകാൻ ഉറുമ്പ് നിർബന്ധിതമാകുന്നു. മിക്കപ്പോഴും നിലത്തുനിന്ന് ഏകദേശം 10 ഇഞ്ച് ഉയരമുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും ഇവ പോകുന്നത്. തുടർന്ന് അവിടെയുള്ള ഉയർന്ന കൊമ്പിലെ ഒരു ഇലയിൽ ഉറുമ്പ് തന്റെ താടിയലുകൾ കുത്തിയിറക്കുന്നു. പിന്നീട് അവയ്ക്ക് അവിടെ നിന്ന് അനങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഉറുമ്പ് സ്വന്തം ശരീരത്തിൽ തടവുകാരനായി ജീവിതം അവസാനിപ്പിക്കുന്നു. ഉറുമ്പ് ചത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉറുമ്പിന്റെ തലയിൽ നിന്ന് ചെറു കൂൺ പോലെ ഫംഗസ് പുറത്തേക്ക് വളരുന്നു. ഇത് താഴെയുള്ള ഉറുമ്പിന്റെ പാതകളിലേക്ക് ബീജങ്ങളെ വർഷിക്കുന്നു. വൈകാതെ അടുത്ത ഇരയായ ഉറുമ്പിനെ അവ കണ്ടെത്തുന്നു. ഓരോ 2-3 ആഴ്ചകളുടെ ഇടവേളയിൽ ഇത് നടക്കാറുണ്ട്. ഫംഗസ് ബാധിച്ച് ഇത്തരം സോംബി ഉറുമ്പുകളുടെ ശവങ്ങൾ മഴക്കാടുകൾ നിറഞ്ഞിരിക്കുന്നു. ഒരേ സമയം വിചിത്രവും ഭയാനകവുമാണ് ഫംഗസിന്റെ പ്രവർത്തനം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.